ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് 8 സെൻറ്റിമീറ്ററിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ റൗണ്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് 1.3 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. താഴ്ഭാഗം പിടിച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത അവിടെ വരെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. പിന്നെ നിവർത്തിയിട്ട് ആ മടക്കം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വലിയ ഗിൽറ്റർ ഫോം ഷീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പറിൽ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഈ വെട്ടിയ പീസും കൊണ്ട് ഈ 2 പീസ് വെച്ചിട്ട് വേണം എനിക്ക് ഗിൽറ്റർ ഫോം ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം ഇതാ ഫോം ഷീറ്റ് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഗിൽറ്റർ ഫോം ഷീറ്റൊക്കെ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാം. ചെറിയ പീസിന് നടു ഇതുപോലെയൊക്കെ ഒന്ന് മടക്കിയിട്ട് സൈഡ് നമുക്കൊന്ന് വെട്ടി ഷേപ്പാക്കി, അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് നടു ഒന്ന് മടക്കി കൊടുക്കണം. പിന്നെ മേലെ വന്ന പീസ് ബാക്കിലോട്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ അടിയിലൊരു പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ പിന്നെ സൂചി നൂലും വെച്ചിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. പെട്ടെന്ന് തപ്പപ്പോൾ എൻ്റെ സൂചി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലസ് കുക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ വലിയ പീസ് ഉണ്ടല്ലോ, വലിയ പീസ് നമ്മൾ നേരത്തെ കാട്ടിയതുപോലെ മുമ്പോട്ടും ബാക്കോട്ടും ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഞൊറി പോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പം ഇതുപോലെ കിട്ടുക നമ്മുടെ വലിയ പീസ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുക്കിലും നല്ലോണം ടൈറ്റായിട്ട് നല്ല വലിച്ച് പിടിച്ച് നമ്മുടെ നൂല് നല്ലോണം ടൈറ്റായിട്ടൊന്ന് കുറച്ച് ലെയറാക്കിയിട്ട് ചുറ്റി കൊടുക്കണം. ബാക്കി വന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലസ് ക്യൂക്ക് വെച്ചൊന്ന് ഒട്ടിച്ച് ഫിനിഷ് ആക്കി എടുക്കാം. ചെറിയ പീസ് താഴെയും വലിയ പീസ് ഇതുപോലെ മേലെയും വെച്ചിട്ട് അത് രണ്ടും കൂടെ നടുഭാഗം ഇതുപോലെ നൂല് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെയൊക്കെ ഒന്ന് നൂല് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റുക. എന്നിട്ട് അവിടെ ഇത്തിരി ഫ്ലസ് കേക്ക് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഗിയർ വയർ വേണം കേട്ടോ. വയറിൻ്റെ ചെറിയൊരു പീസ് എടുക്കുക. നമുക്ക് അതിന് നടുക്കിലായിട്ട് മുത്ത് വേണമെന്നുണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി. ഇതുപോലെ ഒരു മുത്ത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ വയറൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് 2 കണ്ടുകൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുത്ത് നോക്കിയിട്ട് ഇതുപോലെ. ഇനി നമുക്കിത് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ മേൽഭാഗത്തായിട്ട് ഇതുപോലെ കൊണ്ട് വെച്ചു ഇതുപോലെ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് അത് നമുക്ക് പ്ലസ് ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗിൽറ്റർ ഫോം ഷീറ്റിൻ്റെ നീളത്തിലുള്ള ഒരു ചെറിയ നൂല് ചുറ്റിയ വൃത്തിയോടൊക്കെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് നമുക്ക് ആ നടുക്കൂടെ വെച്ചിട്ട് അതിന് വീതിയുള്ള പീസ് വേണ്ട, വീതി കുറഞ്ഞ് ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ബാക്കിൽ നമ്മൾ പ്ലസ് ക്ലിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്കും ഇതുപോലെ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് വെട്ടി ഫിനിഷ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്ലിപ്പിനനുസരിച്ചും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ക്ലിപ്പിൽ പശ തേക്കാം. നമ്മുടെ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നടുക്കിൽ 2 കല്ലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ കല്ലൊക്കെ ഒട്ടിച്ചെടുത്ത് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.